ദിവസത്തെ അത്തച്ചമയ ഘോഷയാത്രയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും ആളുകളെ അമ്പരപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു നിശ്ചല ദൃശ്യമുണ്ടായിരുന്നു. വായുവിൽ യാതൊരു തരത്തിലുള്ള താങ്ങില്ലാതെ നിലയുറപ്പിച്ച് നിൽക്കുന്ന കൃഷ്ണൻ. അത്തച്ചമയ ഘോഷയാത്രയിൽ ഒന്നാം സമ്മാനം തട്ടി തൃപ്പൂണിത്തുറ ഇളക്കി മറിച്ച ഐരേറ്റിൽ ബ്രദേഴ്സിന്റെ നിശ്ചല ദൃശ്യം ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് ഇതിന് പിന്നിലുള്ള മാജിക് എന്ന് തിരക്കിയവരായിരിക്കും എന്നെപ്പോലെ നിങ്ങളിൽ പല ആളുകളും. പ്ലേറ്റ് കട്ടിങ്ങും ഇരുമ്പ് ട്യൂബുകളും വെൽഡിങ്ങും ഒക്കെ ചേർത്ത് ലോകത്തെ അമ്പരപ്പിച്ച സൂത്രവിദ്യയുടെ രഹസ്യം പരസ്യമാക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ. ഓണക്കാലത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് എറണാകുളം തൃപ്പൂണിത്തുറയിൽ അരങ്ങേറിയ ചരിത്ര പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയിൽ ജനലക്ഷങ്ങളുടെ കണ്ണു തളിച്ച പ്രധാന കാഴ്ചകളൊന്നായിരുന്നു ഐരേറ്റിൽ ബ്രദേഴ്സ് അവതരിപ്പിച്ച പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന അസാധാരണമായ നിശ്ചല ദൃശ്യം. ആകാശത്ത് യാതൊരുവിധ താങ്ങുമില്ലാതെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്ന് ദുരിതത്തിലായ പാഞ്ചാലിക്ക് സാരി നൽകി സംരക്ഷിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം കാണികളിൽ വലിയ അത്ഭുതവും ഒപ്പം വലിയ കൗതുകവും ഒക്കെ സൃഷ്ടിച്ചു. കാണികളെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് വായുവിൽ നിലയുറപ്പിച്ച ഈ നിശ്ചല ദൃശ്യത്തിനായിരുന്നു ഇത്തവണത്തെ മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള ഒന്നാം സമ്മാനവും ലഭിച്ചത്. എന്നാൽ ഈ ആകാശ കാഴ്ചയ്ക്ക് പിന്നിൽ കൃത്യമായ ശാസ്ത്രീയ പ്ലാനിങ്ങും ഉയർന്ന തരത്തിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇത് വെളിപ്പെടുത്തുന്നത് മറ്റാരുമല്ല, ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉടമയായ ദിനേശ് കുമാർ തന്നെയാണ്. കേരളത്തിന്റെ തനതായ ആഘോഷ പാരമ്പര്യത്തിൽ എറണാകുളം തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് വളരെ വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. പണ്ടത്തെ കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന തൃപ്പൂണിത്തുറയിൽ ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കൊച്ചി മഹാരാജാവ് ജനങ്ങളെ നേരിട്ട് കാണാനായി രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞു നടത്തിയ അത്യാഡംബരപൂർവ്വമായ ഘോഷയാത്രയാണ് പിന്നീട് അത്തച്ചമയം എന്ന പേരിൽ പ്രശസ്തമാവുന്നത്. മഹാബലിയെ വരവേൽക്കാനായി നടത്തുന്ന ഓണാഘോഷങ്ങളുടെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നതും ഈ ഘോഷയാത്രയോടെയാണ്. കാലം മാറിയപ്പോൾ ആഘോഷത്തിന്റെ സംഘാടനം തൃപ്പൂണിത്തുറ നഗരസഭ ഏറ്റെടുക്കുകയും തെയ്യം, കാവടിയാട്ടം, കുതിരകളി, കുംഭംകുടം, മയിലാട്ടം തുടങ്ങി 100ലധികം തനത് നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ അണിനിരക്കുന്ന വലിയ സാംസ്കാരിക മഹോത്സവമായി അത്തച്ചമയം മാറിയതാണ്. ഈ വർണ്ണാഭമായ ഘോഷയാത്ര കാണാൻ വിദേശികളടക്കം 10,000-കണക്കിന് ജനങ്ങൾ തൃപ്പൂണിത്തുറയിലേക്ക് ഒഴുകിയെത്തും. ഈ വർഷത്തെ അത്തച്ചമയത്തിൽ 10,000-ങ്ങളെ വിസ്മയിപ്പിച്ച നിശ്ചല ദൃശ്യം ഒരുക്കുന്നതിനായി ലോറിയുടെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിന്നും ആദ്യം തന്നെ 3 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് കനവുമുള്ള 2 ഉറപ്പുള്ള ഇരുമ്പ് ട്യൂബുകൾ മുകളിലേക്ക് ഉയർത്തി അതിശക്തമായി വെൽഡ് ചെയ്യുകയായിരുന്നു ഈ ഒന്നാം സമ്മാനം കിട്ടിയ നിശ്ചല ദൃശ്യത്തിലെ ആളുകൾ ആദ്യം ചെയ്തത്. ഇവിടെ നിന്നും കൈയുടെ ആകൃതിയിലേക്ക് പ്രത്യേക കമ്പികൾ വളച്ചെടുത്തു. തുടർന്ന് ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് താഴേക്ക് കാലുകൾ വരെ 1 ഇഞ്ചിന്റെ 2 സ്ക്വയർ ട്യൂബുകൾ വീണ്ടും വെൽഡ് ചെയ്ത് ബന്ധിപ്പിച്ചു. സാധാരണയായി ഒരു വ്യക്തിക്ക് വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന് അളവെടുക്കുന്നത് പോലെ തന്നെ കൃഷ്ണനായ വേഷമിട്ട നിഖിൽ സത്യൻ എന്ന പ്രതിഭയെ നിർത്തി കൃത്യമായി അളവെടുത്ത ശേഷമാണ് അയൺ പ്ലേറ്റുകൾ കട്ട് ചെയ്ത് വെൽഡിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. ഈ ഇരുമ്പ് നിർമ്മിതി മുഴുവനായി സാരിയും മറ്റ് അലങ്കാര വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് പൂർണ്ണമായും മറച്ചതോടെ വായുവിൽ ഒഴുകി നിൽക്കുന്ന കൃഷ്ണൻ മാത്രമായി കാഴ്ചക്കാരുടെ കണ്ണിൽ പതിയുകയും ജനങ്ങൾ അത്ഭുതപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഏകദേശം 60 കിലോഗ്രാം മാത്രം ഭാരമുള്ള നിഖിലിനെ അന്തരീക്ഷത്തിൽ ഉയർത്തി നിർത്തുന്നതിന് മുൻപ് കടുത്ത സുരക്ഷാ പരിശോധനകളൊക്കെ അണിയറ പ്രവർത്തകർ നടത്തിയിരുന്നു. നിർമ്മിതിയുടെ ബലം ഉറപ്പാക്കാൻ 1-ലധികം ആളുകൾ ഇതിൽ കയറി തൂങ്ങി നിൽക്കുകയും വാഹനം പലതവണ മുന്നോട്ടും പിന്നോട്ടും ഓടിച്ചു നിർത്തിയും വലിയ കുലുക്കമൊക്കെ ഉണ്ടാക്കി സുരക്ഷിതമാണോ 100% ഉറപ്പുവരുത്തിയ ശേഷമാണ് കലാകാരനെ ഇതിലേക്ക് കയറ്റിയത്. മുൻപും സമാന രീതിയിൽ കാണികളെ അമ്പരപ്പിക്കുന്ന ഒട്ടനവധി നിശ്ചല ദൃശ്യങ്ങൾ ഇവർ വിജയകരമായി നിർമ്മിച്ചിട്ടുണ്ട്. കണ്ണൻ പണ്ടാത്തിൽ, സിബിൽ, ജോബ്, ആർ ശബരിനാഥ്, സുദേവ് വി, അനിൽകുമാർ KS, പ്രണവ് തുടങ്ങിയ പ്രതിഭകളായ കലാകാരന്മാരാണ് ഈ നിശ്ചല ദൃശ്യത്തിൽ വിവിധ കഥാപാത്രങ്ങളായി അഭിനയിച്ചത്. ഇവർക്ക് പുറമെ T. അരുൺ, അജയ് കൃഷ്ണൻ, അശ്വന്ത് ഭാസി, സിൽബിൻ ജോബ്, അജയ് രഘു, യദു പ്രകാശ്, ഗൗതം കൃഷ്ണ, ബാബു പുളിമുട്ടിൽ തുടങ്ങിയവരായിരുന്നു ഈ അത്ഭുത കാഴ്ചയുടെ പിന്നണിയിൽ രാത്രിയും പകലുമില്ലാതെ പ്രവർത്തിച്ച ആളുകൾ.